ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ വന്ന ആൾക്കൂട്ടവും ബഹളമൊക്കെ കണ്ടപ്പോ അവള് വീണ്ടും കൈവിട്ടുപോയി. രണ്ടുപേരും എന്നെ ജയിലിൽ വന്ന് കാണണം. എനിക്ക് ചില പ്ലാനുകളുണ്ട്, കേട്ടല്ലോ. ഇവിടെ വിചാരണ ചെയ്യപ്പെട്ട നാടോടി സ്ത്രീയുടെ മകൾ വന്നത് എങ്ങനെയെന്ന് ഒന്നുകിൽ ഉത്തരം പറയേണ്ടത് ചന്ദ്രശേഖർ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പ്രിയങ്കയുമാണ്. ചന്ദ്രശേഖരൻ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയങ്ക അത് പറയണമെങ്കിൽ പ്രിയങ്ക സാധാരണ നിലയിൽ എത്തുകയും വേണം. പ്രിയങ്കയുടെ കണ്ടീഷൻ മാറി പ്രിയങ്ക സാധാരണ നിലയിൽ എത്തിയതിനു ശേഷം ഈ കേസിന്റെ വിചാരണ തുടരുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. അതുവരെ ചന്ദ്രശേഖരൻ ജയിലിൽ കഴിഞ്ഞേ പറ്റൂ. കാരണം പുറത്തിറങ്ങിയാൽ ഉന്നതനും സാമ്പത്തിക സ്വാധീനവുമുള്ള ആളുമായ ചന്ദ്രശേഖരൻ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. കോടതിക്ക് മുന്നിൽ നാടോടിയായ ആ അമ്മ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവർക്ക് നീതി കിട്ടണം, യുവർ ഓണർ. ദുരൂഹമായ ഈ കേസിന്റെ വ്യക്തമായ സാക്ഷി ഇപ്പോ കോടതിയിൽ നിൽക്കുന്ന പ്രിയങ്കയാണ്. പ്രിയങ്ക അല്ല, മല്ലി. പ്രിയങ്ക മാനസിക നില പൂർണ്ണമായും കൈവരിച്ചു എന്ന് കോടതിക്ക് ബോധ്യം വരുന്നതുവരെ ഈ കേസിന്റെ വിചാരണ മാറ്റിവെക്കുന്നു. അതുവരെ ചന്ദ്രശേഖരനും അയാളുടെ കൂട്ടാളികളും ജയിലിൽ തൽസ്ഥിതി തുടരാനും കോടതി ഉത്തരവിടുന്നു. പോയി മോളെ, എങ്ങനെയുണ്ട്? പോയാലോ? എല്ലാവരും പോയി. പോവാ, വാ വാ വാ. അയ്യോ, മുത്തശ്ശി. അവിടെ നിൽക്കും. പ്രിയങ്ക, എന്ത് വൃത്തിയാണ് നീ കോടതിയിൽ കാണിച്ചത്? കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാം കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ നിനക്ക്? അവിടെ ചെന്ന് നിന്നപ്പോ നിനക്ക് എങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടത്? മോനെ, അത് ആ നാടോടികളുടെ കൂട്ടത്തിൽ നിന്ന് പ്രിയങ്കയെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നറിയോ? എന്നിട്ട് ഞങ്ങളോട് നന്ദിയോട് കാണിക്കുന്നു. അയ്യോ, ഇനിയിപ്പോ വീണ്ടും ചന്ദ്രശേഖരൻ ജയിലിൽ കഴിയണ്ടേ? ഞാൻ സസ്പെൻഷനിൽ തുടരണ്ടേ? എല്ലാം ഇവള് ഒരുത്തി കാരണോ? മോനെ, ഇവള് കരുതി കൂട്ടി ചെയ്യുന്നതല്ല. ആശുപത്രിയിൽ ഇവളുടെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും കുറെ തവണ പറഞ്ഞു കൊടുത്തതാ ഞാൻ. ഇവിടെ വന്ന് ഈ ആളും ബഹളവും ഒക്കെ കണ്ടപ്പോഴേ എന്റെ കൊച്ചു പേടിച്ചു പോയിട്ടുണ്ടാവും. അതാ. എന്റെ അച്ഛനോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? എന്റെ അച്ഛൻ ഇനി എത്ര നാള് ജയിലിൽ അല്ല, അവളുടെ മനസ്സൊന്ന് ശരിയാവട്ടെ മോനെ. നിങ്ങൾ പറയുന്നത് എന്താണോ അവള് അതേപോലെ കോടതിയിൽ വന്ന് പറഞ്ഞോളൂ. മോനെ,
ഞങ്ങള് നന്ദികേട് കാണിക്കുന്നതല്ല. ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്. ഇവരാരൊക്കെയാ? എന്താ അവര് ചോദിക്കുന്നത്? ഏയ് വെറുതെ സംസാരിച്ചിട്ട് പ്രയോജനമില്ല. പറഞ്ഞതുപോലെ പ്രിയങ്ക ഓക്കെ ആവട്ടെ. ശരി, നിങ്ങൾ പൊയ്ക്കോ. ഓ, മോളെ പ്രിയങ്കേ വാ. മല്ലി മല്ലി എന്ന് വിളിക്ക്. മല്ലി മല്ലി മോള് വാ. പോ. മാമ ടാറ്റ മാമ ടാറ്റ. ടാറ്റ മാമ. അച്ഛന്റെ മൂത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാര്യങ്ങൾ ചന്ദ്രശേഖരൻ അറിയാവുന്നതാണല്ലോ. എന്റെ മുത്തശ്ശി, ഇവന്മാർ ഇത്രക്ക് കഴുതകളായി പോയല്ലോ. ഒരു സിഐയും ഒരു ഗൗതവും. എടി, എന്തായാലും അവര് നിന്നെ രക്ഷിച്ചല്ലോ. കാശ് ചെലവാക്കി ചികിത്സിക്കാനും കൊണ്ടുപോയി. അതുകൊണ്ടേ ഒരുപാട് കുറ്റം പറയണ്ട. ആര് കുറ്റം പറയുന്നു? ആ. ഇവന്മാരെയൊക്കെ പറ്റിച്ച് നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. വാ വാ വാ. വാ. അച്ഛാ, ചന്ദ്രശേഖര, ഡോണ്ട് വെറി. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോർമലാക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. അച്ഛൻ ക്ഷമിക്കേ. അച്ഛനെ പുറത്തിറക്കാനുള്ള തിരക്കുകൊണ്ടാ അവളെ വീണ്ടും കോടതിയിൽ പ്രസന്റ് ചെയ്തത്. അവള് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ. ഇവിടെ വന്ന ആൾക്കൂട്ടവും ബഹളമൊക്കെ കണ്ടപ്പോ അവള് വീണ്ടും കൈവിട്ടു പോയി. രണ്ടുപേരും എന്നെ ജയിലിൽ വന്ന് കാണണം. എനിക്ക് ചില പ്ലാനുകളുണ്ട്, കേട്ടല്ലോ. നടക്ക്. വരുൺ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണണം എന്ന് പറഞ്ഞതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രിയങ്കയ്ക്ക് പകരം മരിച്ച പെൺകുട്ടി ആരാണെന്ന് കൃത്യമായി കണ്ടെത്തി ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ചന്ദ്രശേഖരൻ തന്നെയാണ് ഉത്തരവാദിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ചന്ദ്രശേഖരൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടും. പക്ഷേ കുറച്ചു നാളുകൾ കഴിഞ്ഞിട്ടായാലും ചന്ദ്രശേഖരൻ പുറത്തു വരും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തൽക്കാലം നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ചന്ദ്രശേഖരനും മകൻ ഗൗതമിനും നിങ്ങൾ രണ്ടുപേരോടുമാണ് വൈരാഗ്യം. സോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അവർ ശ്രമിക്കും.